ജൂനിയർ NTRന്റെയും ഗ്രീക്ക് ഗോഡ് ഹൃത്തിക് റോഷന്റെയും War 2 എന്ന സിനിമ കണ്ടു. സ്പൈ യൂണിവേഴ്സിലെ 6ാമത്തെ പടമാണത്. ടൈഗർ 3 എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം YRF ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സംഭവമാണ്, ഇനി സ്പൈ യൂണിവേഴ്സിനെ മെനയാക്കണം, ഇനി സ്പൈ യൂണിവേഴ്സിനെ മെനയാക്കണം. പക്ഷെ എവിടെ മെനയാക്കണം? എനിക്ക് മെനയാക്കലൊന്നും കാണുന്നില്ല. ഓരോ സിനിമ കഴിയുന്തോറും അത് വഷളായി നശിച്ചുകൊണ്ടിരിക്കുന്നതായി കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഏതായാലും നെഗറ്റീവ്സ് വെച്ച് ആരംഭിക്കുന്നില്ല. ആദ്യം കുറച്ച് പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങാം. പെർഫോമൻസസ് ശരിയാണ്, കേക്ക് ഉള്ളൂ. കുറച്ച് പാട്ട്, കുറച്ച് ഡാൻസ്, കുറച്ച് ആക്ഷൻ, കുറച്ച് ഡയലോഗ്. അത് എന്തായാലും ഇവരൊക്കെ ഇതിലെ കാസ്റ്റ് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. NTR അഭിനയം എനിക്ക് മോസ്റ്റ്ലി ശരിക്കും ഇഷ്ടമല്ലാത്തതാണ്. പക്ഷെ ഇതിനകത്ത് എന്തോ വലിയ ഡീസൻ്റ് ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇത് NTRന്റെയും ഹൃത്തിക് റോഷന്റെയും ഒരു ഷോയാണ്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ മോസ്റ്റ്ലി ഒരു സൈഡ് റോൾസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. കിയർ അദ്വാനി വലിയൊരു കേണലിന്റെ മോളൊക്കെയാണ്, കേണലിന്റെ മോള് സോൾജറൊക്കെയാണ്. പക്ഷെ അതിനുള്ള റോളൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് മിന്നായം പോലെ വന്ന് ഇങ്ങനെ പോകും. പിന്നെ അനിൽ കപൂർ എന്തിനാണോ കൊണ്ടുവന്നത് പോലും അറിയില്ല. ഏതായാലും വലിയ പഞ്ച് തോന്നിയില്ല, വലിയ കാര്യം ഉണ്ടായില്ല. ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ ഇത് NTRന്റെയും ഹൃത്തിക് റോഷന്റെയും ഒരു ഷോയാണ്, വിക്രം വേഴ്സസ് കബീർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ചില മൊമെന്റ്സ് ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്തായിരുന്നു. എസ്പെഷ്യലി ഇതിലൊരു പാസ്റ്റ് ഉണ്ട്, കബീറിന്റെ പാസ്റ്റ്. അതാണ് ഈ പടത്തിൽ മൊത്തത്തിൽ ഒന്ന് മേനക്ക് നല്ല സൂപ്പറായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം വേസ്റ്റ്. എസ്പെഷ്യലി ഒരു ക്ലൈമാക്സിൽ ഒരു കോൺവെർസേഷൻ സീക്വൻസ് ഉണ്ട്. അയ്യോ, അതൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. ഓക്കെ, നമ്മൾ പോസിറ്റീവ്സ് ആണല്ലോ പറയണത്. ഓക്കെ, പോസിറ്റീവ്സ് ബാക്കി പറയാം. വിഷ്വൽസ് ശരിയാണ്, ഈ പടത്തിൽ ഒരു 80% CG ആണെങ്കിൽ പോലും ഇതിലുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ ബാക്കി 20% അത് വൃത്തിക്ക് തന്നെ നല്ല രസം തന്നെയായിരുന്നു. പിന്നെ എഡിറ്റിംഗ് ഉള്ളത് പറയാല്ലേ, ഇതൊരു ഊളപ്പടമാണ്. പക്ഷെ നമ്മൾ എന്ത് പടത്തിന് നമ്മൾ കാണാൻ പോകണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അതിനുള്ള പണിയാണ് എഡിറ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ബോറൊന്നും അടിച്ചില്ല. പ്രീതമിന്റെ പാട്ടുകൾ, പിന്നെ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല ഇതിൽ വർക്കായിട്ടൊരു സംഭവം തന്നെയായിരുന്നു. പിന്നെ ഇതിലൊരു കാർ ചീസ് സീക്വൻസ് ഉണ്ട്, അത് നല്ല സൂപ്പറായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെഗറ്റീവ്സ് ആരംഭിക്കില്ല. അയൻ മുഖർജി 2 കിണ്ണം കാച്ചി പാടം എടുത്ത ഡയറക്ടറാണ്. 2 പടങ്ങൾ, അതാണ് യേ ജവാനി ഹി ദിവാനി, വേക്കപ്പ് സിറ്റ്. അതിനുശേഷം ബ്രഹ്മാസ്ത്ര എടുത്തു. അതും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്, എല്ലാ റൊമാൻറ്റിക് പോർഷൻസ് ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഇതൊരു ചതിയായി പോയി. അയൻ മുഖർജി ആദ്യം തെളിച്ചൊരു സംഭവമാണ്, അയൻ മുഖർജിക്ക് ഫാന്റസി റൊമാൻസും ഒപ്പം എഴുതാൻ അറിയില്ല എന്ന്. രണ്ടാമത് തെളിയിച്ച കാര്യമാണ് ആക്ഷൻ ഡയറക്റ്റ് ചെയ്യാൻ തീരെ അറിയില്ല എന്ന്. ഇതിനകത്ത് ആക്ഷൻ സീക്വൻസസ്, ആക്ഷൻ സെറ്റ് പീസസ് കാണണം, സ്പെക്ടക്കിൾസ് കാണണം. ഇത്രയും കച്ചറ, ഇത്ര വൃത്തികെട്ട ആക്ഷൻ സീക്വൻസ് ഞാൻ ഒരിക്കലും YRF അല്ലെങ്കിൽ സ്പൈ യൂണിവേഴ്സിന് പ്രതീക്ഷിച്ചല്ല. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, അപ്പൊ പട്ടാനിൽ ഷാറുഖ് ഖാനും ജോൺ അബ്രഹാമും കൂടെ പറക്കുന്ന സംഭവമൊക്കെയോ, ബോറിലും ഉണ്ടല്ലോ നിങ്ങൾ കുറെ സാധനങ്ങൾ എന്നൊക്കെ. അതൊക്കെ പിന്നെയും മെനയാണെന്ന് തന്നെ ഞാൻ വീണ്ടും പറയും. എനിക്കതൊക്കെ പിന്നെയും ദഹിച്ച സംഭവങ്ങളാണ്. ഇതിനകത്ത് ഒട്ടും നമുക്ക് സഹിക്കില്ല. അതൊക്കെ 2 എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ ആണ് വിക്രമിന്റെയും കബീറിന്റെയും ഒരു ബോട്ട് ചേസ് സീക്വൻസ് ഉണ്ട്. അതിനകത്ത് വിക്രം ഇങ്ങനെ ബോട്ട് ഓടിച്ച് അവസാനം ആ ബോട്ട് പറന്ന് ഒരു റേസ് ട്രാക്കിൽ വീഴും. എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അത് എങ്ങനെയാ റേസ് ട്രാക്ക് വന്നതിൽ ഐഡിയ കിട്ടിയില്ല. എന്നിട്ട് ആ ബോട്ട് റേസ് ട്രാക്കിൽ കൂടെ ഓടിച്ച് ഇങ്ങനെ പോയി ആ റേസ് ട്രാക്കിൽ നിന്ന് ആ ബോട്ട് ചാടി അടുത്ത റൊട്ടി ചാടും. നമ്മൾ ഒരിക്കലും ഇത് എന്ത് സംഭവിക്കണമെന്ന് വിചാരിച്ചു. അതേപോലെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ഹൃത്തിക് റോഷൻ. 2 കുറെ പോലീസുകാരുടെ നടുക്ക് നിൽക്കുക, നമ്മുടെ NTRും ഗണ്ണും തൂക്കി നിൽക്കുകയാണ്. അപ്പൊ എന്താ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമല്ലോ. അപ്പോഴാണ് ഒരു ട്രെയിൻ ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ഹൃത്തിക് റോഷൻ എന്താ ചെയ്യണത്? മോളെയും പിടിച്ച് ഉള്ള കാറിൽ കയറി ആ ട്രെയിനിന്റെ മണ്ടക്ക് ഇങ്ങനെ അങ്ങ് ചാടും. നമ്മൾ ഞെട്ടുത്, എന്താ ഇത്? ഇതുവരെയുള്ള സ്പൈ യൂണിവേഴ്സ് പോട്ടെ, ഇതിനകത്ത് എന്താ ഡയറക്ടർ ആലോചിച്ച് നമ്മൾ വിചാരിച്ചു പോകും. ഓക്കെ, റൈറ്റർ ശ്രീധർ രാഘവൻ പോട്ടെ, ഒരു ബോധമില്ലാത്ത ഒരാളാന്ന് വിചാരിക്കാം. പക്ഷെ അയൻ മുഖർജി ഇതൊക്കെ കാണുമ്പോൾ ഇത് എങ്ങനെ യെസ് പറഞ്ഞു ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി. അല്ലെങ്കിൽ അത്രയും കഴിവേട്ട ഡയറക്ടറായി മാറിയിട്ടുണ്ടാവും. ഏതായാലും എനിക്ക് ഒരു കാര്യമേ അയൻ മുഖർജി എന്ന ഡയറക്ടർ എന്ന് പറയാനുള്ളൂ, വീണ്ടും പഴയ പോലത്തെ ഫീൽ ഗുഡ് പടങ്ങൾ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് പറ്റിയ പണി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശ്രീധർ രാഘവൻ ഈ വ്യക്തിനെ സ്പൈ യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്ന് മാറ്റ സമയം തോട്ടി കള സമയം ഈ റൈറ്റർ ഒറ്റ ഒരുത്തനാണ് ഈ ഒരു സ്പൈ യൂണിവേഴ്സിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ഇല്ലാത്ത ഒരു പഴഞ്ചൻ റൈറ്റർ. ഇതിലെ ഈ ഓവർ ദ ടോപ്പ് ആക്ഷൻ അല്ലാണ്ട് ഇതിൽ നോർമൽ ആക്ഷൻ സീക്വൻസ് പോലും വളരെ ബോറാണ്. പിന്നെ അത് മാത്രമല്ല, അവരെന്തിനാണ് ഇത്രയും ആക്ഷൻ സീക്വൻസ് ഇത്രയും ഓവറാക്കണത്? കുറച്ച് നല്ല ആക്ഷൻ സീക്വൻസസ്, നോർമൽ സിമ്പിൾ സംഭവങ്ങൾ നല്ല സൂപ്പറായിട്ട് ഇന്നോവേറ്റീവ് അവർക്ക് എടുക്കാലോ. ഇത് എല്ലാ സിനിമയിലും ഓരോന്നോരത്തെ ഓവറാക്കി ചാളാക്കിക്കൊണ്ടിരിക്കുക. കഥ പിന്നെ പറയേ വേണ്ട, നല്ല ഫ്രഷ് കഥ, ആദ്യം മുതൽ അവസാനം വരെ ഭയങ്കര പ്രെഡിക്റ്റബിൾ. അതിന് കൂടി ഇമ്മാതിരി ബുദ്ധിയില്ലായ്മയും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനിപ്പോ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ, നിങ്ങൾ എന്ത് രീതിയിലുള്ള
ട്രെയിനിലാണ് നിങ്ങൾ തല വെക്കാൻ പോണേന്ന്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് സഹിക്കാൻ റെഡി ആണെങ്കിൽ, ഇങ്ങനത്തെ പടം ഒക്കെയാണ് കണ്ടിരിക്കാം സഹിക്കാം എന്നൊരു മൈൻഡ് ഉണ്ടെങ്കിൽ തല വെച്ച മതി ഈ ബോംബ് പടത്തിന്. പിന്നെ വേറൊരു കിടിലൻ സാധനം ഉണ്ടായി, വോർ ടുഡേ എൻ ക്രെഡിറ്റ് സീൻ. അത് ഭയങ്കര നന്നായിട്ട് തോന്നി. നമ്മുടെ അടുത്ത പടം ആൽഫ എന്ന സിനിമയുടെ ഒരു സ്നീക്ക് പീക്കാണ്. അത് ഭയങ്കര പ്രോമിസിങ് ആയിരുന്നു. നമ്മുടെ സ്പൈ യൂണിവേഴ്സിൽ തന്നെ ആദ്യത്തെ ഫീമെയിൽ ലെഡ് പടമാണ്. അത് ഡയറക്റ്റഡ് ബൈ റെയിൽവേ മാൻ സീരീസിന്റെ ഡയറക്ടറാണ്. ആള് ചതിക്കില്ലെന്ന് വിചാരിക്കുന്നു. ഏതായാലും അത്യാവശ്യം എക്സ്പെക്ടേഷൻസ് ഉണ്ട്. വോർ നല്ല കിടിലൻ സിനിമയായിരുന്നു. അതിന്റെ ഒരു 144p വേർഷൻ ആണ് വോർ 2. സോ ട്രൈ ദിസ് മൂവി അറ്റ് ഓൺ റിസ്ക്. ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കുക.